അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇതേപോലെ ഒറ്റ പ്രാവശ്യമെങ്കിലും ബീഫ് ഉണ്ടാക്കി തിന്നാൻ നമ്മളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ് കേട്ടോ മക്കളെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ സൺഡേ സ്പെഷ്യൽ ഒരു വീഡിയോ ആണ്. അടിപൊളി കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയേട്ടൻ്റെ കടയിൽ നിന്ന് കുറച്ച് കപ്പ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ അടിപൊളി ഒരു ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടോ കേട്ടോ. അപ്പോൾ വിറകടുപ്പത്താണ് നമ്മളൊന്ന് ബീഫ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻഡാലിയത്തിൻ്റെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ 1-2 സവോള അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ആ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടതിന് ശേഷം തീ കുറച്ച് വയ്ക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. നല്ലോണം തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു കൊള്ളി ഇങ്ങോട്ട് പിരിച്ച് വെച്ചുകൊണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. വിറകടുപ്പത്ത് കിടന്നിങ്ങനെ കളർ മാറി ഇങ്ങോട്ട് വരണം, കറുത്ത കളറായിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ. അത് വരെ വേവിച്ചെടുത്തോളി. കനൽ തന്നെ ആവണം കേട്ടോ. നല്ലോണം അങ്ങോട്ട് പാളി കത്തിച്ചിട്ട് കാര്യമില്ല. ചെറിയൊരു കൊള്ളി വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ എരിഞ്ഞടങ്ങുന്നൊക്കെ പറയില്ലേ, തീക്കൊള്ളി, ആ ഒരു പരുവത്തിൽ ഇങ്ങനെ വേവണം കേട്ടത്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് പറഞ്ഞാൽ അറിയില്ല, ഉണ്ടാക്കുക തന്നെ വേണം കേട്ടോ. ഇറച്ചിയെടുപ്പത്ത് വെച്ചാണ്ട് ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നിട്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾ എടുത്തിട്ട് അവിടെ ഭയങ്കര വർത്താനാണ്. ലച്ചിറ്റിയും അപ്പൂസും പിന്നെ അതുപോലെ തന്നെ ദിലുവും കൂടെ ഭയങ്കര കളിയും വർത്താനം. അപ്പോൾ ഞാൻ ആ ഒരു കുഞ്ഞു ഭാഗം കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. നിങ്ങളെന്താ പ്രാർത്ഥിക്കുക? ഇന്ന് നമുക്ക് നല്ല വെണ്ണ പോലെയുള്ള കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയേട്ടൻ കടയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഒരു രക്ഷയില്ല, നല്ലോണം ഇങ്ങോട്ട് വെന്തുടങ്ങി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പറായിരുന്നു. അപ്പോൾ ആ ഒരു കപ്പ ഈ ഒരു ബീഫ് കറിയും കൂടെ വേറെ ലെവൽ കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടേ. ഞങ്ങൾ വീട്ടിലൊക്കെ സാധാരണ ബീഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം ഉള്ളിയും മുളകും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടൊരു വെപ്പുണ്ട്, അതാണ്. പക്ഷേ ഇന്ന് പാവിക്കുട്ടൻ പറയുന്നത്, അമ്മ എന്ത് ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാം ഇന്നത്തെ ബീഫ്, ശരിക്കും ഉള്ളിയും മുളക് ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്ന്. അത്ര അടിപൊളിയാണ് കേട്ടോ. ഓനാണെങ്കിലും ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് തിന്നത്. ആ അടുപ്പത്ത് തന്നെ പിന്നെ കിടന്നിട്ട് ഡ്രൈ ആയി വന്ന് ഞാൻ ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ അടുപ്പത്ത് നിന്ന് വാങ്ങാത്തത് കൊണ്ട് തന്നെ അടുപ്പത്ത് കിടന്ന് ആ കല്ലടുപ്പത്ത് കിടന്നിങ്ങനെ ഡ്രൈ പരുവത്തിൽ ഇങ്ങോട്ട് ആയി കിട്ടിയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നേ. അപ്പോൾ ഏകദേശം നമ്മൾ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് മുന്നേ ഒരു ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. കറിയൊക്കെ ഒരു പകുതി വേവായ ടൈമിലേ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇത്തിരി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കപ്പയും കൂടിയിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഒരു രക്ഷയില്ല. അടിപൊളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ ബീഫ് ഒറ്റ പ്രാവശ്യമെങ്കിലും വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വാക്കുകളില്ല പറയാൻ, അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ അതുകൊണ്ട് ബീഫ് കൂട്ടുന്നവരും ബീഫ് ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു ബീഫിൻ്റെ റെസിപ്പിയാണ് ഇട്ടത്. അപ്പോൾ എന്തായാലും അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ കപ്പ് ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അറിയുമോ? വെറുതെ ഇങ്ങോട്ട് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം കുറച്ച് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചതിന് ശേഷം അതിലിട്ടിട്ട് ഇങ്ങോട്ട് ചിക്കി എടുത്തതാണ് കേട്ടോ. വേറെ ലെവൽ കോമ്പിനേഷൻ. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.